മമ്മൂട്ടി കമ്പനി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലേറ്റവും ടോപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. നമുക്ക് ധൈര്യത്തിൽ ടിക്കറ്റ് എടുക്കാം. അത് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാ അത്രക്കും അടിപൊളിയാ. മമ്മൂട്ടിന്റെ പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞാല് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം തിയേറ്ററിൽ പോവാ. അത്രക്കും അടിപൊളിയാണ്. നമ്മളിപ്പോ കുറേ പടത്തിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് കാണുന്നുണ്ടാവും. ഈ പടത്തില് ഇന്ന അഭിനയം പോലെണ്ട് അങ്ങനൊന്നും തോന്നൂല്ല. നമുക്ക് ഈ പടം കാണുമ്പം അത് മമ്മൂട്ടിയാണെന്ന് തോന്നൂല്ല. നമ്മക്ക് ആ ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യണത്. അതാണ് അതിന്റെ ബ്യൂട്ടി. പിന്നെ ഇതിന്റെ ജിതിൻ കെ ജോസ് പറഞ്ഞ ഡയറക്ടർ കുറുപ്പാണ് മുന്നേ റൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മൂപ്പരാണ് ഈ പടത്തില് ഡയറക്ഷനും അതേപോലെ റൈറ്ററും അതേപോലെ ഡിഒപി ഒക്കെ മൂപ്പരാ. ഒക്കെ അടിപൊളിയായിട്ട് എടുത്ത് വെച്ച്ണ്. നമ്മളിങ്ങനെ പറയില്ലേ ഇതിങ്ങനെ ഇങ്ങനെ സാധാരണ സൈക്കോപാത്ത് മൂവി അത് നമുക്കിതൊരു കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനമല്ല. ഇതൊരു ഫ്രഷ് കോൺസെപ്റ്റാ. നമ്മള് ഇതേ കഥയില് മുന്നേ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇത് കുറച്ച് അറിഞ്ഞേക്കാരം. കാരണം ഇതിന്റെ മുന്നേ ഇതൊരു റിയൽ ഇൻസിഡന്റ്സ്‌ന്ന് ഇൻസ്പയർ ആയിട്ട് എടുത്തതല്ലേ. അപ്പൊ അതൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഒന്നും അറിയാത്തോൽക്കൊക്കെ ഇത് അടിപൊളിയായിക്കാരം. പിന്നെ ഇത് ഒരു സീരീസ് വന്ന്ണ് ഇതേ ഒരു കഥയില്. അപ്പൊ സീരീസ് കണ്ടോൽക്ക് ഇത് ഒരു കുറച്ച് പരിചിതമായി തോന്നുമെങ്കിലും പക്ഷെ ഇത് നമ്മളെ മലയാളത്തിൽ അതിന്റേതായിട്ടുള്ള വെർഷനിൽ അടിപൊളിയാക്കി എടുത്ത് വെച്ച്ണ്. പിന്നെ വിനായകന്റെ പെർഫോമൻസ് മാത്രാണ് ഡയലോഗ് ഡെലിവറി അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഇതായി തോന്നിയത്. പക്ഷെ അതൊന്നും പടത്തിനെ എഫക്ട് ചെയ്യണില്ല. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്താച്ചാല് ഇതിന്റെ മ്യൂസിക്കാണ്. എജാതി മ്യൂസിക് നമ്മള് തുടക്കം കേറുമ്പോ തന്നെ ഒരു മ്യൂസിക് വരാണ്ട്. അതൊക്കെ ഒരു ഹോളിവുഡ് ടൈപ്പ് സാധനം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മ്യൂസിക് ബിജിഎംസ് ആണെങ്കിലും അടിപൊളിയാ. അടിപൊളിയാണ്. പടം എന്തായാലും നല്ല രസണ്ടാവും. ഇപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടണംന്നില്ല. കാരണം അത് അങ്ങനത്തെ ഒരു വേലാണ് പടം. പക്ഷെ കുറച്ച് സിനിമ കണ്ട് ശീലമുള്ള ആൾക്കാർക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് പുറത്തുനിന്ന് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പം എന്തായാലും പോയി ടിക്കറ്റ് എടുത്തോളി. മമ്മൂട്ടിന്റെ പെർഫോമൻസ് കാണാം. നല്ലൊരു പടം കാണാം. ഒരു ഫ്രഷ് സൈക്കോപാത്ത് മൂവി കാണാം. അതില് ഓരോ സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. എന്തായാലും പോയി കണ്ടോളി. പിന്നെ ഞങ്ങൾ ഇനി മുതല് ഓരോ പടത്തിന്റെ റിവ്യൂ ഡേ തുടങ്ങും. ഓരോ പടത്തിന്റെയും ഞങ്ങളുടേതായിട്ടുള്ള റിവ്യൂ. ഞങ്ങൾ മലയാളത്തിൽ നോക്കുമ്പം ഇങ്ങക്ക് നല്ല റിവ്യൂ പറഞ്ഞു തരാൻ ഒരാള് കുറവുണ്ട് തോന്നി. അതുകൊണ്ട് ഞങ്ങള് ഇങ്ങക്ക് എന്തായാലും സെറ്റാക്കി തരും. പുതിയ പടങ്ങളും നിങ്ങൾ കാണാത്ത പടങ്ങളും അങ്ങനത്തൊക്കെ ഞങ്ങൾ പറഞ്ഞുതരും. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഓക്കെ.